സ്പ്രൈറ്റ്, ഫാൻഡ, തംസപ്പ് അടക്കമുള്ള 200-ലധികം സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളുടെ ഉടമസ്ഥാവകാശമുള്ള കമ്പനിയാണ് കൊക്കക്കോള. ചെറുദ്വീപുകളടക്കമുള്ള 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 200 ബില്യണിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ബഹുരാഷ്ട്ര ഭീമൻ കമ്പനി. എന്നാൽ ആ കമ്പനി തുടങ്ങിയത് അമേരിക്കയിലെ ഒരു സാധാരണ ഫാർമസിസ്റ്റിന്റെ വീട്ടിനുള്ളിലുള്ള ലാബിൽ നിന്നായിരുന്നു എന്ന് കേൾക്കുന്നത് ഒരു പക്ഷേ പലർക്കും അത്ഭുതം തന്നെയായിരിക്കും. ആ കമ്പനി വളർന്നതാവട്ടെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചെറിയ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് കൊക്കക്കോള നമ്മൾ ഇന്ന് കാണുന്ന ഇത്രയും വലിയൊരു ഭീമൻ കമ്പനിയായി വളർന്നതിന് പിന്നിലെ ചെറിയ ചില തന്ത്രങ്ങളെക്കുറിച്ചാണ്. കുറച്ചധികം സമയം എടുത്തിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസും നമ്മൾ നിർമ്മിക്കാറുള്ളത്. അതുകൊണ്ട് കൂടുതൽ പേര് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം. ആ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1880-കളിൽ ഇന്നേക്ക് 130 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ജോർജിയയിലെ അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഫാർമസിസ്റ്റായ ജോണസ് പെമ്പേർട്ടൺ എന്ന വ്യക്തി ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു ഫ്ലേവേർഡ് സിറപ്പ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. കുടിക്കുമ്പോൾ നല്ല രസവും ഉണ്ടാവണം, അത് ആരോഗ്യപരവുമായിരിക്കണം, രോഗങ്ങൾ മാറ്റാൻ കെൽപ്പുള്ളതുമായിരിക്കണം. അദ്ദേഹം പരീക്ഷണത്തിനൊടുവിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ രാജ്യത്തടക്കം പല രാജ്യത്തും നിരോധിച്ചിട്ടുള്ള കൊക്കൈൻ എന്ന മാരക ലഹരി പരിമിതമായ അളവിൽ അടങ്ങിയിട്ടുള്ള കൊക്ക ലീഫും അതുപോലെ ചായയിലെ ലഹരിയായ കഫീൻ അടങ്ങിയിട്ടുള്ള കോളാനട്ടും സംയുക്തമായി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സിറപ്പ് നിർമ്മിക്കുന്നത്. കൊക്കൈനുള്ള കൊക്ക ലീഫും കഫീനുള്ള കോളാനട്ടും സംയുക്തമായി ചേർത്ത് നിർമ്മിച്ച ഒരു സിറപ്പായതുകൊണ്ട് കൊക്കക്കോള എന്ന് പിൽക്കാലത്ത് ഇത് അറിയപ്പെടുകയാണ്. ഇതേ സിറപ്പ് കാർബണേറ്റ് ചെയ്ത് കുടിച്ചു നോക്കിയപ്പോൾ നല്ല രുചിയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. കൊക്കക്കോള കണ്ടെത്തിയ 1880-കളിലൊന്നും ഈ കൊക്കൈൻ എന്ന് പറയുന്ന ലഹരി വസ്തു മരുന്ന് ആവശ്യത്തിന് എത്ര അളവിൽ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നതിനൊന്നും നിയമമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊക്കക്കോളയിൽ കൊക്കൈൻ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മരുന്നെന്ന രീതിയിലാണ് പെമ്പേർട്ടൺ ഈ സിറപ്പ് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. മദ്യപിച്ച ശേഷമുള്ള തലവേദന, അതുപോലെ ഹാങ് ഓവർ, ക്ഷീണം തുടങ്ങിയവയെല്ലാം മാറ്റാനുള്ള ഒരു ഔഷധമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണക്കാക്കുന്നത്. ആദ്യ സമയത്ത് ഇങ്ങനെയാണ് വിൽപ്പന നടത്തുന്നതും. എന്നാൽ നമുക്കറിയാം, പിൽക്കാലത്ത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൊന്നും ഒരു മരുന്നായിട്ടല്ല കൊക്കക്കോളയെ കണക്കാക്കുന്നത്. ലോകം തന്നെ അടക്കി ഭരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനിയായിട്ടാണ് കൊക്കക്കോളയെ കണക്കാക്കുന്നത്. കൊക്കക്കോളയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിരവധി ആളുകളെയും കോള കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട്. എന്തായാലും കോളയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇന്നേക്ക് 130 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പൊ കാണുന്ന കൊക്കക്കോളയുടെ ചുവന്ന നിറവും അതിലെ വെളുത്ത അക്ഷരങ്ങളും ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. പെമ്പേർട്ടൺ തന്റെ ലാബിൽ കൊക്കക്കോള കണ്ടുപിടിച്ച കാലം തൊട്ട് അതിന്റെ റെസിപ്പി ഒരു സീക്രട്ട് ആയിരുന്നു. ആർക്കും ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നറിയില്ലായിരുന്നു. ഇത് കുടിക്കുന്ന ഓരോ ആളുകൾക്കും ഇത് വല്ലാതെ ഇഷ്ടപ്പെടാൻ കൂടെ തുടങ്ങുകയാണ്. ആദ്യ സമയത്ത് ദിവസവും ഒരു 9 ഗ്ലാസ് എന്ന രീതിയിലാണ് ഇത് വിൽപ്പന നടത്തുന്നത്. ആദ്യം കുപ്പിയിലൊന്നും ആയിരുന്നില്ല, ഗ്ലാസ്സിലാണ് പെമ്പേർട്ടൺ ഇത് വിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ കൊക്കക്കോള കണ്ടുപിടിച്ച് 2 വർഷം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. മരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം തൻ്റെ സീക്രട്ട് ഫോർമുല, കൊക്കക്കോള എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിൻ്റെ സീക്രട്ട് ഫോർമുല അല്ലെങ്കിൽ കൊക്കക്കോളയുടെ റെസിപ്പി ക്യാൻഡ്ലർ എന്ന ബിസിനസ്സുകാരന് വിൽപ്പന നടത്തുന്നുണ്ട്. നിസാരമായ $238.98 അന്ന് വിൽപ്പന നടത്തുന്നത്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് തന്നെ കൊക്കക്കോള എങ്ങനെ പ്രചരിപ്പിക്കണം, എങ്ങനെ അതിൻ്റെ സെയിൽസ് കൂട്ടണം എന്ന തന്ത്രങ്ങളും പെമ്പേർട്ടൺ ക്യാൻഡ്ലർ എന്ന ബിസിനസ്സുകാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെമ്പേർട്ടണിൽ നിന്ന് നിസാരമായ തുകയ്ക്ക് ബിസിനസ്സുകാരനായ ക്യാൻഡ്ലർ ഈ ഫോർമുല അല്ലെങ്കിൽ റെസിപ്പി മേടിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ കൊക്കക്കോള എന്ന പേരും ആ ബ്രാൻഡിന്റെ ലോഗോയും ഒന്നും അദ്ദേഹം മേടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പെമ്പേർട്ടന്റെ ഫാമിലിക്കായിരുന്നു ഇതിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പെമ്പേർട്ടന്റെ മകൻ ഒരു കാര്യം ചിന്തിക്കുകയാണ്. കൊക്കക്കോള എന്ന പേരിൽ ഏകദേശം അച്ഛൻ കണ്ടുപിടിച്ച ആ ഫോർമുലയ്ക്ക് തുല്യമാവുന്നു എന്ന് തനിക്ക് തോന്നുന്ന രീതിയിൽ ഗസ് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കുക, അത് കൊക്കക്കോള എന്ന രീതിയിൽ വിൽപ്പന നടത്തുക. എന്നാൽ അത്തരത്തിൽ വിൽപ്പന നടത്താൻ പെമ്പേർട്ടന്റെ മകൻ ഇരിക്കുന്ന സമയത്ത് തന്നെ യഥാർത്ഥ കൊക്കക്കോളയുടെ ഫോർമുല അറിയുന്ന ക്യാൻഡ്ലർ തൻ്റെ രീതിയിൽ വിൽപ്പന നടത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് KOKE അഥവാ കോക്ക് എന്ന പേരിൽ ഒരു ബ്രാൻഡ് രൂപീകരിച്ച് വിൽപ്പന നടത്താൻ അദ്ദേഹം ശ്രമം നടത്തുകയാണ്. MM എന്ന പേരിൽ ബ്രാൻഡ് രൂപീകരിച്ച് വിൽപ്പന നടത്താൻ മറ്റൊരു ശ്രമം കൂടെ നടത്തുകയാണ്. എന്നാൽ ഈ 2 ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും കൊക്കക്കോള എന്ന പേര് സ്വന്തമാക്കി അതേ പേരിൽ തന്നെ വിൽപ്പന നടത്തണം എന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. എന്നാൽ പെമ്പേർട്ടന്റെ മകൻ പുതിയൊരു സംരംഭം തുടങ്ങി കൊക്കക്കോളയുടെ ഫോർമുല ഗസ് ചെയ്ത് മറ്റൊരു കൊക്കക്കോള നിർമ്മിക്കണം എന്ന ചിന്തയിലിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ക്യാൻഡ്ലർ എന്ന ബിസിനസ്സുകാരൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുകയാണ്.
പെമ്പേർട്ടൻ്റെ ഫാമിലിക്കാണ് ഈ ഒരു ലോഗോയുടെ റൈറ്റ്സ് ഉള്ളത്. കാരണം ആ ലോഗോയുടെ റൈറ്റ്സും പേരിൻ്റെ റൈറ്റ്സും പെമ്പേർട്ടൻ മരിക്കുന്നതിന് മുമ്പേ കാൻഡ്ലർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാൻഡ്ലർ പെമ്പേർട്ടൻ്റെ മകനില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് നിസാരമായ $300 കൊക്കക്കോളയുടെ പേരും ലോഗോയും ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് എഴുതി വാങ്ങുകയാണ്. അങ്ങനെ 1888 ഓഗസ്റ്റ് മാസം 30 കൊക്കക്കോളയുടെ സോൾ പ്രൊപ്പറേറ്ററായിട്ട് കാൻഡ്ലർ എന്ന ബിസിനസ്സുകാരൻ മാറുകയാണ്. അതിനുശേഷം കൊക്കക്കോള എന്ന കമ്പനിയുടെ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. കമ്പനി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയാണ്. ഈലോൺ മസ്കിന്റെ എല്ലാം രസകരമായിട്ടുള്ള ട്വീറ്റുകൾ വായിക്കുന്ന പല ആളുകളും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ട്വിറ്റർ മേടിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ കൊക്കക്കോള വിലയ്ക്ക് വാങ്ങി അതിലെ കൊക്കൈൻ തിരിച്ചു കൊണ്ടുവരാൻ താൻ ശ്രമിക്കണമെന്ന രീതിയിൽ അദ്ദേഹം ഒരു ട്വീറ്റ് നടത്തിയിരുന്നു. ആ സമയത്താണ് പല ആളുകളും കൊക്കക്കോളയിൽ പണ്ട് കൊക്കൈൻ ഉണ്ടായിരുന്നോ എന്ന കാര്യം അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ കൊക്കക്കോളയിൽ ചെറിയ അളവിൽ കൊക്കൈൻ ഉണ്ടായിരുന്നു. എന്നാൽ 1891 തന്നെ പേറ്റന്റഡ് ഡ്രഗുകളിൽ കൊക്കൈൻ പോലുള്ള അഡിക്റ്റീവുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ജനങ്ങളിൽ നിന്നും ശബ്ദം ഉയർന്നു തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായി കൊക്കക്കോള ആ സമയത്ത് തന്നെ കൊക്കൈൻ്റെ അളവ് കുറച്ചു വന്ന് 1921 ആയ സമയത്ത് പൂർണ്ണമായും കൊക്കൈൻ തങ്ങളുടെ സോഫ്റ്റ് ഡ്രിങ്കിൽ നിന്നും എടുത്തു കളയുകയാണ് ഉണ്ടായത്. എന്താണെങ്കിലും 1892 ആയ സമയത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു കമ്പനിയായി തന്നെ കാൻഡ്ലർ കൊക്കക്കോളയെ മാറ്റിയെടുക്കുകയാണ്. അദ്ദേഹം ഈ കമ്പനിയുടെ പേരും ലോഗോയും എല്ലാം ട്രേഡ് മാർക്ക് ചെയ്യുകയാണ്. ഒരു കമ്പനിയായി തന്നെ അത് സ്ഥാപിക്കപ്പെടുകയാണ്. 2 വർഷം കഴിയുമ്പോൾ 1894 അദ്ദേഹം ഇത് കുപ്പികളിൽ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമം ആരംഭിക്കുകയാണ്. 1895 വരെ കൊക്കക്കോള ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കുകയാണ്. ഇന്നത്തെ സമയത്തും ആ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ അന്നോളം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു തന്ത്രമാണ് കാൻഡ്ലർ പ്രയോഗിക്കുന്നത്. അത് പെമ്പേർട്ടൻ പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു തന്ത്രം പോലുമായിരുന്നു. ഫ്രീ കൂപ്പൺ ഫോർ എ ഫ്രീ ഡ്രിങ്ക് എന്നതായിരുന്നു ആ ക്യാമ്പയിൻ. അതായത് ഫ്രീ കൂപ്പൺ ആളുകൾക്ക് കൊടുക്കും, ആ കൂപ്പണുമായി വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊക്കക്കോള കൊടുക്കുന്നതാണ്. ഇത്തരത്തിൽ ക്യാമ്പയിൻ തുടങ്ങിയത് നിസാരമായ ആളുകൾക്ക് കയ്യിൽ കൊടുത്തുകൊണ്ട് മാത്രമായിരുന്നില്ല. സമൂഹത്തിൽ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾക്കെല്ലാം മെയിൽ വഴി ഈ കൂപ്പൺ ഇവർ അയച്ചു കൊടുക്കുകയാണ്. റാൻഡമായിട്ട് കോളേജുകളിലും പാർക്കുകളിലും തെരുവുകളിലും എല്ലാം പോയി ആളുകൾക്ക് ഈ കൂപ്പൺ വിതരണം ചെയ്യുകയാണ്. ഈ കൂപ്പണുകളുമായി കൊക്കക്കോളയുടെ സ്റ്റോറുകളിൽ എത്തുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊക്കക്കോള നൽകാൻ കൂടി തുടങ്ങുകയാണ്. പെമ്പേർട്ടൻ ആദ്യം പറഞ്ഞിരുന്ന പദ്ധതി തെരുവുകളിൽ പോയിട്ട് കുറച്ച് പേർക്ക് കൂപ്പണുകൾ കൊടുത്ത് അത് വിൽപ്പന നടത്തി ആളുകൾക്ക് ഇതിൻ്റെ രുചി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന രീതിയിലായിരുന്നു. എന്നാൽ കാൻഡ്ലർ അതൊരു ചെറിയ പദ്ധതിയായി നിർത്താതെ വലിയ രീതിയിലുള്ള വിതരണം ആരംഭിക്കുകയാണ്. 1894 മുതൽ 1913 വരെയുള്ള ചെറിയ ചില വർഷങ്ങൾ കൊണ്ട് 85 ലക്ഷത്തിലധികം ഫ്രീ കൂപ്പണാണ് അവർ വിതരണം ചെയ്യുന്നത്. ആദ്യ സമയത്ത് അറ്റ്ലാന്റയിൽ മാത്രമായിരുന്നു കൂപ്പൺ വിതരണമെങ്കിൽ നിസാരമായ ചില വർഷം കൊണ്ട് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇവരുടെ കൂപ്പൺ വിതരണം ചെയ്യപ്പെടുകയാണ്. അമേരിക്കക്കാരെല്ലാം കൊക്കക്കോള രുചിക്കാൻ ആരംഭിക്കുകയാണ്. 9ൽ 1 അമേരിക്കക്കാരനും കൊക്കക്കോളയുടെ ഈ ഫ്രീ കൂപ്പണിന്റെ അവസരം ഉപയോഗിച്ചിരുന്നു. ഇത്രയും രുചികരമായിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്തിനാണ് ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്നത് എന്ന സംശയം ആ സമയത്ത് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വലിയ പരസ്യ ചിലവുകളില്ലാതെ ആളുകളെ നേരിട്ട് സ്റ്റോറുകളിലെത്തി കൊക്കക്കോള കുടിച്ച് ശീലിപ്പിക്കുക എന്ന തന്ത്രമായിരുന്നു ആ സമയത്ത് കൊക്കക്കോള സ്വീകരിച്ചത്. അതായത് നമ്മൾ ഒരുപാട് പരസ്യം ചെയ്യുകയാണെന്ന് വെക്കുക, അതിൽ എത്ര പേര് പരസ്യം കണ്ട് സാധനം മേടിക്കാൻ വരും. അതേസമയം മികച്ച ഉൽപ്പന്നമാണ് എന്ന് അവർക്ക് വിശ്വാസമുണ്ട് എങ്കിൽ അവർക്കത് സാമ്പിളായിട്ട് സൗജന്യമായിട്ട് കൊടുക്കാവുന്നതാണ്. അത്തരത്തിൽ സൗജന്യമായി കൊടുത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ തങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിന് തന്നെ നല്ല രീതിയിൽ വിൽപ്പന നടത്താനും കമ്പനികൾക്ക് സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കമ്പനികൾ അവരുടെ സാമ്പിൾ പ്രൊഡക്റ്റുകൾ ഇറക്കാറുണ്ട്. അവയ്ക്കെല്ലാം നിസാരമായ വിലയോ ഒരു പക്ഷേ സൗജന്യ വിലയോ പോലുമായിരിക്കും. പിന്നെ നമുക്കെല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് പരിചയം ഉണ്ടാവും. ആളുകൾക്കെല്ലാം സൗജന്യമായി കൊടുത്തു, കുറേ സമയം അവരെ കൊണ്ട് ഉപയോഗിപ്പിച്ചു, അതിനുശേഷം അവരിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി. എന്നാൽ പണം ഈടാക്കി തുടങ്ങിയ സമയത്ത് ആളുകളെല്ലാം അത് ഉപേക്ഷിച്ച് പോയില്ല. അത് ഉപയോഗിച്ച് ശീലമായതുകൊണ്ട് അവർ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സമയത്ത് കൊക്കക്കോള സ്വീകരിച്ച തന്ത്രത്തിൻ്റെ പ്രസക്തി എത്രത്തോളമായിരുന്നു എന്ന്. 100 വർഷങ്ങൾക്ക് മുൻപ് കൊക്കക്കോള ചെയ്ത ഈ കാര്യങ്ങളാണ് ഇപ്പോഴും കൊക്കക്കോളയുടെ അടിത്തറയായിട്ട് നിലനിൽക്കുന്നത്. ഫ്രീബീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നെല്ലാം ഇതിനെ വിളിക്കാറുമുണ്ട്.
എന്നാൽ അതുകൊണ്ടൊന്നും കൊക്കക്കോളയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവസാനിച്ചില്ല. മാർക്കറ്റിൽ ലഭ്യമായ കലണ്ടറുകളിലും ക്ലോക്കുകളിലും പോലും അവരുടെ ലോഗോ പ്രത്യക്ഷപ്പെടുകയാണ്. അന്നുള്ള അതേ ലോഗോ തന്നെയാണ് 100 വർഷങ്ങൾക്ക് ഇപ്പുറവും കൊക്കക്കോള വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചുവന്ന നിറത്തിലെ വെളുത്ത അക്ഷരങ്ങൾ നിരന്തരമായി കാണുന്നത് മൂലം ആളുകളുടെ കണ്ണിൽ മാത്രമായിരുന്നില്ല, നെഞ്ചിലായിരുന്നു ആ ലോഗോ തറച്ചു കയറിയത്. വലിയ വലിയ താരങ്ങളെ ഉപയോഗിച്ച് പരസ്യം ചെയ്യാനാണ് കൊക്കക്കോള പിന്നീട് ശ്രമിക്കുന്നത്. 1911 മാത്രം, അതായത് 1911 എന്ന് പറയുന്ന വർഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. 1911 എന്ന് പറയുന്ന വർഷത്തിൽ നമ്മുടെ നാടിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ആ സമയത്ത് $1 മില്യൺ 1911 എന്ന വർഷത്തിൽ മാത്രം അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റിവെച്ചത്. ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരങ്ങളെ കൊണ്ടാണ് അവർ പരസ്യം ചെയ്യിച്ചത്. അതുമാത്രമല്ല, ആ താരങ്ങളെല്ലാം കൊക്കക്കോള കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ആക്ഷനും കാണിച്ചിരുന്നു. ലോകത്ത് വിജയിച്ച വലിയ വലിയ ബ്രാൻഡുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊരിക്കലും സെല്ല് ചെയ്യുന്നത് പ്രൊഡക്റ്റ് മാത്രമല്ല, ഇമോഷൻ കൂടിയാണ്. ഇത്തരം മാർക്കറ്റിങ്ങിലൂടെ ഇമോഷൻ സെല്ല് ചെയ്യാനാണ് കൊക്കക്കോള ശ്രമിച്ചത്. വലിയ രീതിയിൽ അത് വിജയമായിട്ട് മാറിയിട്ടുമുണ്ട്. 1950കളിലാണ് കൊക്കക്കോള ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ മാർക്കറ്റ് ഇന്ത്യയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക പോലെയോ മറ്റ് രാജ്യങ്ങൾ പോലെയോ ആയിരുന്നില്ല. വിവിധങ്ങളായ ഭാഷകൾ, സംസ്കാരങ്ങൾ, ജാതികൾ, മതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വൈവിധ്യമുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് ഒരു പ്രത്യേക മാർക്കറ്റിങ്ങിലൂടെ ഇന്ത്യ പിടിക്കാൻ കൊക്കക്കോളയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ വിവിധ തന്ത്രങ്ങളിലൂടെ ഇന്ത്യൻ മാർക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ കൊക്കക്കോളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിലും അവരതിൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. 2012 ക്രിക്കറ്റ് കി ഖുഷി എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നു. അതായത് വിവിധ ഭാഷകളിൽ, ജാതികളിൽ, സംസ്കാരങ്ങളിൽ, വസ്ത്രങ്ങളിൽ, ഭക്ഷണങ്ങളിലെല്ലാം വേർപെട്ടിരിക്കുന്ന ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുന്നത് ക്രിക്കറ്റാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് താരങ്ങളെ ഉപയോഗിച്ച് കൂടുതൽ പരസ്യങ്ങൾ ചെയ്യാനാണ് കൊക്കക്കോള ഇന്ത്യയിൽ ശ്രമം നടത്തിയത്. അതിനുവേണ്ടി സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ 3 വർഷത്തേക്ക് 20 കോടിയോളം പേ ചെയ്താണ് അവർ പരസ്യങ്ങളിൽ അഭിനയിപ്പിച്ചത്. ഇന്ത്യൻ മാർക്കറ്റും ലോക മാർക്കറ്റും പിടിക്കാൻ മറ്റ് ചില തന്ത്രങ്ങളും കൊക്കക്കോള സ്വീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് പൊതുവെ ലൈറ്റ് ടേസ്റ്റ് ആണ് ഇഷ്ടമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോക്ക് ലൈറ്റ് എന്ന രീതിയിൽ അവരൊരു സാധനം പുറത്തേക്ക് ഇറക്കിയിരുന്നു. അതുകൂടാതെ സ്ട്രോങ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് വേണ്ടി, ഇന്ത്യൻ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കോക്ക് സീറോയും തംസപ്പും അവർ പുറത്തേക്ക് ഇറക്കിയിരുന്നു. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തംസപ്പ് എല്ലാം വലിയ വിജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് സോഡയും ആൽക്കഹോളും ഫ്ലേവേർഡ് ആൽക്കഹോളും മറ്റ് ബിവറേജസുകളും അടങ്ങുന്ന 200-ലധികം ബ്രാൻഡുകൾ കൊക്കക്കോളയുടേതായിട്ടുണ്ട്. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ചെറുദ്വീപുകൾ അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം പരിഗണിച്ചാൽ 200-ലധികം രാജ്യങ്ങളിലാണ് കൊക്കക്കോള ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ക്യൂബയിലും നോർത്ത് കൊറിയയിലും കൊക്കക്കോള നമുക്ക് കിട്ടില്ല. കാരണം ഞങ്ങൾ കൊക്കക്കോളയ്ക്കെതിരാണ്. ഏതാണ്ട് 130 വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിക്കപ്പെട്ട കൊക്കക്കോളയുടെ ആ റെസിപ്പി അല്ലെങ്കിൽ സീക്രട്ട് ഫോർമുല ഇപ്പോഴും ഒരു രഹസ്യമാണ് എന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത്. പല സമയങ്ങളിലും ഡാർക്ക് വെബുകളിൽ നല്ല തുകയ്ക്ക് അത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും 100 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ആ ഫ്രീ സാമ്പിളിംഗ് അടിത്തറയിടയിലും അതുപോലെ വലിയ വലിയ സെലിബ്രിറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ ആ ലോഗോയും അവരുടെ ബ്രാൻഡ് വാല്യൂവും പതിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളും ഇപ്പോഴും കൊക്കക്കോള തുടരുന്നതായിട്ട് കാണാം. 2017 ഓസ്ട്രേലിയയിൽ ഒരു ഫ്രീ സാമ്പിളിംഗ് ക്യാമ്പയിൻ പോലും കൊക്കക്കോള നടത്തിയിരുന്നു. ഏതാണ്ട് 30 ലക്ഷത്തിലധികം ഫ്രീ സാമ്പിളുകളാണ് ആ സമയത്ത് തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. 100 വർഷം മുമ്പേയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതേ രീതിയിൽ ഇപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വാല്യൂ എത്രത്തോളം മഹത്തരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അതായത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കൊക്കക്കോള എന്ന കമ്പനിയോട് വിരോധമുള്ളവരും ഉണ്ടാവും, സ്നേഹമുള്ളവരും ഉണ്ടാവും. എന്നിരുന്നാലും അവർ സ്വീകരിച്ച മാർക്കറ്റിംഗ് തന്ത്രം, അതും 100 വർഷങ്ങൾക്ക് മുന്നേ സ്വീകരിച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. അത് നമ്മൾ പഠിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. കൂടുതൽ കമൻറ്റുകളും ചർച്ചകളും ഒക്കെ വരുന്ന സമയത്താണ് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്താനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ 1-2 പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.